Parakat Nature Hotels and Resorts. DQ Face and Body Skin Friendly Soap. ICCS College of Engineering and Management. Mascom TMT 500D Steel Bar. പിന്തുടരാൻ ഒരു മികച്ച മാതൃക. തണ്ടർഫോഴ്സ് ഹെലി സർവീസ്. ഏവർക്കും മലനാട് ടിവിയുടെ വിഷു ആശംസകൾ. വെൽക്കം ബാക്ക്. ഒരിക്കൽ കൂടി സ്വാഗതം. അങ്ങനെ ഈ വിഷുദിനത്തിൽ സാദിക്കയോടൊപ്പമുള്ള സംഗീത യാത്ര തുടരുകയാണ്. നിങ്ങൾ ഓരോരുത്തരും ചായയൊക്കെ കുടിച്ചെന്ന് കരുതുന്നു. എന്തായാലും സാദിക്ക, അപ്പം നമ്മുടെ യാത്ര തുടരുകയാണ്. നമ്മളങ്ങനെ തൃശ്ശൂർ എത്തുന്നു, ദക്ഷിണ കൊടുക്കുന്നു. ഞാൻ പറഞ്ഞില്ല, ഓം എന്നുള്ള ഒരു മന്ത്രധ്വനി പറഞ്ഞു. അത് പറഞ്ഞതിന് ശേഷമാണ് പുള്ളി സ്വരസ്ഥാനങ്ങളൊക്കെ പറഞ്ഞു തന്നത്. അത് കഴിഞ്ഞ് നേരെ ഞാൻ കൊച്ചിയിൽ വന്ന് വിജയരാജ മാസ്റ്റർ അടുത്ത് ദക്ഷിണ വെച്ചു. അവർ നേരെ വന്നു. അദ്ദേഹം അർജുന മാസ്റ്റർ ഗുരുനാഥനാണ്. ദാസേട്ടൻ്റെ അച്ഛൻ എൻ്റെ ഗുരുനാഥനാണ്. 96-ാമത്തെ വയസ്സിലാണ് പുള്ളി മരിച്ചത്. പിന്നെ അതിനുശേഷം ഒരു 8-9 കൊല്ലം രാജാമണിയുടെ കീഴിൽ കുറച്ച് ആളുകൾ, ഒരു 9 കൊല്ലം. അപ്പം നിങ്ങൾ പ്രേക്ഷകർ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. നിങ്ങൾ വിചാരിക്കുമായിരിക്കും എന്തുകൊണ്ടാണ് ഞാൻ ഇതൊന്നും ചോദിക്കാത്തത്, അല്ലെങ്കിൽ ഈ 3 മഹാരഥന്മാരായ സംഗീതജ്ഞന്മാരുടെ പേര് പറഞ്ഞു. അതിൽ ആദ്യം ഞാൻ എടുക്കേണ്ടത്, കാരണം സാദിക്ക ഏറ്റവും പ്രത്യേകിച്ചും കൊച്ചിക്കാരനായതുകൊണ്ടും ബാബുരാജിൻ്റെ പാട്ടുകൾ നമുക്ക് പറയാതെയും പാടാതെയും പോകാൻ കഴിയില്ല. ഞാൻ ബാബുരാജിന്റെ ചേട്ടൻ പറഞ്ഞില്ലെങ്കിലും ഞാൻ പറയും. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, അദ്ദേഹത്തിന്റെ വീട്ടിലൊരിക്കലും ഞാൻ പോയിരുന്നു. അന്ന് ഷാരൂഖ് ഖാൻ ബാബുരാജിന്റെ എന്തോ ഒരു പരിപാടിയാണ് അവിടെ നടക്കുന്നത്. ഡാനിയൽ അവാർഡ് സങ്കടമാണ് എനിക്കിപ്പോ, ഈ സമയം വരെ സങ്കടമാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് മഹാന്മാര് നമ്മളൊക്കെ ഈ ഒരു കാലഘട്ടത്തിൽ ജീവിച്ചെന്ന് പറയുന്നത് വലിയ ഭാഗ്യമാണ്, അനുഗ്രഹമാണ്, ഭയങ്കര ഭാഗ്യമാണ്. ഇവരൊക്കെ കാണാനും കേൾക്കാനും തൊടാനൊക്കെ പറ്റിയെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ രാജാമണിയെ പോലുള്ള വേൾഡിൽ ഏറ്റവും കൂടുതൽ പശ്ചാത്തല സംഗീതം ചെയ്ത 1000-ഓളം സിനിമ പശ്ചാത്തല സംഗീതം ചെയ്ത ആളെ കീഴിൽ പഠിക്കാൻ പറ്റും. കാരണം ഇവിടെ ഇവരൊക്കെ സംഗീതത്തിന്റെ രാജാക്കന്മാർ, സംഗീതം അറിഞ്ഞുകൊണ്ട്, അതുകൊണ്ടാണ് അക്കാലഘട്ടത്തിലുള്ള പാട്ടുകളെല്ലാം നമ്മൾ ഇന്ന് ഇഷ്ടപ്പെടുന്നത്. ഇന്ന രാഗത്തിൽ ചെയ്താൽ ഇന്ന പാട്ടുണ്ടോ എന്നുള്ള ചിന്ത ഒന്നുമില്ല. സിറ്റുവേഷൻ പറഞ്ഞു കൊടുത്താൽ ആ സിറ്റുവേഷനാണ് പാട്ടുണ്ടാകുന്നത്. ഒരിക്കല് ഞാൻ പേരൊന്നും പറയുന്നില്ല, ദേവരാജ മാസ്റ്റർക്ക് ഒരു മ്യൂസിക് ഡയറക്ടർ അവാർഡ് കിട്ടിയപ്പോൾ അവാർഡായിട്ട് വന്നു. പാട്ട് അസല് പാട്ടാണ്. ഇന്നും കേട്ടാൽ നമ്മള് ഇരുന്ന് ഇപ്പൊ അച്ഛൻ മരിച്ചിട്ട് പാട്ട് അങ്ങോട്ട് പോകുമ്പോ ആ പാട്ട് കേട്ടൊന്ന് നിന്ന് കേട്ടിട്ടേ പോകും. ആ സൈസ് പാട്ടാണ്. മൗനമേ നിറയും മൗനമേ, ഈ പാട്ട്. ഇതിലേ പോകും കാറ്റ്, ഈ പാട്ട് ആരും ഇഷ്ടപ്പെടാത്ത അവാർഡായിട്ട് ദേവരാജ മാസ്റ്റർക്ക് വന്നു. മാസ്റ്റർ എനിക്ക് പാട്ടിന് നല്ല കാര്യം എന്താ പറയാ, ജാനകിയമ്മ കിടന്നിട്ട് തൊള്ള ഉറക്കാനുള്ള മൗനം ഒന്നും പറഞ്ഞു. സാധാരണ നമ്മൾ വളരെ സന്തോഷം, അവാർഡ് കിട്ടിയതിൽ നമ്മൾ സന്തോഷിക്കുന്നതിനോട് കൂടെ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അഭിനന്ദിക്കില്ലേ. നേരെ പറഞ്ഞത് എന്താ പറയുക, ഇത് കിടന്നിട്ട് ഇങ്ങനെ ജാനകിയമ്മ കിടന്ന് തൊള്ള ഉറക്കാനുള്ള മൗനം ഒന്നും പറഞ്ഞു. മാസ്റ്ററുടെ പാട്ട് വേറെ ഒന്നും അറിയിട്ടുണ്ട്. മൗനം മുഖപടമണി, മുഖപടമണി പുറത്തോട്ട് വന്നില്ല. ഇന്ന് എന്റെ നൊമ്പരം നിന്നോട് ചൊല്ലി. ചൊല്ലണ എങ്ങനെ പതുക്കല്ലേ. ഇന്നെന്റെ നൊമ്പരം നിന്നോട് ചൊല്ലി, ശ്രീകോവിൽ ചുമരുകളിൽ താഴെ ശ്രീകോവിൽ ചുമരുകൾ ഇടിഞ്ഞു വീണു, ഇങ്ങനെ പോവും അതിലോട്ട്. ആണോ? ഇതാണ് അവരുടെ സംഗീതം. അവർ സംഗീതം ചെയ്യുമ്പോൾ അതിന് ഇപ്പൊ മാസ്റ്ററിന് ഏറ്റവും പ്രശസ്തമായ പാട്ടാണ് ഈ 2 പേർ. അപ്പൊ അദ്ദേഹത്തിന് ഡയറക്ടർ പറഞ്ഞു കൊടുത്തിരിക്കുന്നത് വൃന്ദാവനത്തിലെ കാമുകനെ കാത്തു നിൽക്കുന്ന ശകുന്തള. പ്രിയതമ വരുന്ന വഴിയിലേക്ക് നോക്കിയിട്ട് കാത്തു നിന്നിട്ട് കാണാണ്ടാവുമ്പോ തിരിഞ്ഞോക്കിട്ട് കാമുകൻ അടുത്ത് നിൽക്കുക നാണത്തോടുകൂടി. മാസ്റ്റർ പറയുന്ന ആ രാഗത്തില്, ആ മേൽ സ്ഥായില് അങ്ങനെ ആരും പാട്ട് ചെയ്യരുത്. ഡയറക്ടർ പറഞ്ഞു തന്നിരിക്കുന്ന സിറ്റുവേഷൻ അതാണ്. പാട്ടൊക്കെ ഒന്നും നമ്മൾ കേൾക്കുന്നില്ല. വേറെ ഉദാഹരണം ഞാൻ പറയാം. അതൊരു പറഞ്ഞിട്ട് സാർ ചോദിച്ചു, ലജ്ജാവതിയെ ആ ട്യൂണിന് പറ്റിയ വരിയല്ല, ആ ട്യൂണിന് പറ്റിയ വരിയല്ല. പക്ഷെ അർജുന മാസ്റ്റർ ഒന്ന് ചെയ്തിട്ടുണ്ട്. ലജ്ജാവതി ലജ്ജാവതി ജയഭാരതി കണ്ണൊക്കെ അടച്ചു.
അല്ലേ? പൊൻവേൽ മണിക്കച്ച അഴിഞ്ഞു, ജയഭാരതിന്റെ മണിക്കച്ച കഴിഞ്ഞു വീണു. അല്ല ആ പാട്ട് എനിക്ക് കേൾക്കണം, മൊത്തം പാട്ട്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് അല്ല ഞാൻ പറയണം ആ കാലഘട്ടത്തിലുള്ള സംഗീതത്തെ കുറിച്ച് പറയാം. ഈ അർജുന മാസ്റ്റർ ഈ കാലഘട്ടത്തില് എന്ന് വെച്ചാൽ ശുദ്ധ സംഗീതത്തിന്റെ അവസാന ആളാണെന്ന് വേണമെങ്കിൽ പറയാം. ജോൺസൺ മാസ്റ്റർ ഉണ്ടെങ്കിൽ പോലും അവരൊക്കെ ആ ഒരു കാലഘട്ടത്തിൽ ചെയ്തു വെച്ചിരിക്കുന്ന പാട്ടുകൾ പ്രിയതമേ പ്രഭാതമേ പൊൻകിനാവിൻ പുഷ്പരഥത്തിൽ പോയി വരൂ നീ ആത്മസഖി ആത്മസഖി. ആര് കേട്ടിട്ടുണ്ട്? ഇതൊക്കെ രാഗമാലിന്യാണ്, അസാധ്യ പാട്ടല്ലത്. ചെമ്പകത്തൈകൾ പൂത്തമാനത്ത് പൊന്നം, എനിക്ക് ആ പാട്ട് രണ്ടും ശ്വാസം കേൾക്കണം. ചുംബനം കൊള്ളാനൊരുങ്ങി അമ്പിളി പൊന്നമ്പിളി ചുംബനം കൊള്ളാനൊരുങ്ങി. എന്താ പാട്ടത്? ആര് ചെയ്യും ഈ കാലഘട്ടത്തിൽ ഈ വക പാട്ടുകൾ? അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞത് ഈ കാലഘട്ടത്തിൽ ജീവിക്കാൻ കഴിയുന്നതാണ്. പിന്നെ നിങ്ങളെ പോലുള്ള ഈ മലനാട് നിങ്ങളുടെ ചാനലുകൾ അല്ലെങ്കിൽ ഇവർ ഓർക്കത്തുള്ളൂ. അല്ലാതെ വേറെ സർക്കാരിന്റെ ഭാഗത്ത് നിന്നിട്ടൊന്നുമില്ല. ഇനിയിപ്പോ ഒരു രാഷ്ട്രീയ നേതാവ് മരിച്ചു നോക്കിയ വലിയൊരു സ്ഥലം കൈകേറി അവിടെ ഒരു ആശ്രമം പണിയും രാഷ്ട്രീയ നേതാവിന്റെ. പക്ഷേ സാധിക്ക് വേറൊരു കാര്യം ഞാൻ പറയുന്നത്, ശുദ്ധ സംഗീതത്തിന് മരണമില്ല. എത്രയൊക്കെ കാലങ്ങളിൽ കഴിഞ്ഞാലും കാലഘട്ടം കഴിഞ്ഞാലും, ഇപ്പം ദേവരാ മാഷിൻ്റെ പാട്ടുകൾ, ഇപ്പം പാടിയ അർജുന മാഷിൻ്റെ പാട്ടുകളായാലും, തമ്പി സാറിൻ്റെ വരികൾ, വയലാറിൻ്റെ ഈ പാട്ടുകളൊന്നും ഒരിക്കലും മരിക്കുന്നില്ല. ഇപ്പം റീമിക്സ് ചെയ്ത് പാടുന്നില്ലേ ആൾക്കാർ, വേറെ ഒരു തലത്തിലാണെങ്കിലും. അപ്പം എന്തായാലും ഞാൻ പറഞ്ഞു വന്നു അതിന്റെ ഒരു വിഷയം എന്ന് പറഞ്ഞാലേ, ഇപ്പോൾ ഓരോ പാട്ടുകൾ നമ്മളിപ്പോ യൂട്യൂബിൽ കേൾക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മളൊക്കെ പാടിയത് മ്യൂട്ട് ചെയ്ത് പോവുക, അതിന് കോപ്പിറൈറ്റ് എന്നുള്ളൊരു പേര് നൽകിക്കൊണ്ട്. പക്ഷെ അതോടെ പാട്ടുകൾ ഇല്ലാതാകുക. കോപ്പിറൈറ്റ് സ്ട്രൈക്ക് ഭയങ്കരമാണ്. നമുക്കൊന്ന് റിപ്പീറ്റ് ചെയ്യാനോ പാടാനോ ഒന്നിനും സാധ്യമല്ലാത്തൊരു കാര്യം കേൾക്കണ്ടേ. അപ്പൊ എന്തായാലും ബാബുരാജിന്റെ കാര്യമാണ് ഞാൻ ചോദിച്ചത്. എന്തായാലും ബാബുരാജിന്റെ ഒരു പാട്ട്, നാലു വരെയല്ല പല്ലവി ഏറ്റവും ഇഷ്ടമുള്ള പാട്ട്. നമ്മള് അദ്ദേഹത്തിന്റെ പാട്ടുകൾ എന്ന് പറയുമ്പോൾ ഒരു പുഷ്പം മാത്രം, താമസം എന്തുവരെ, പ്രാണസഖി, ഇന്നലെ മയങ്ങുമ്പോൾ, ഇതൊക്കെയാണ് നമ്മളുടെ മനസ്സിലോട്ട് വരുന്ന പാട്ടുകൾ. ഈ ഒരു പുഷ്പം അതല്ലേ ജോഗ് രാഗത്തിൽ ചെയ്തിരിക്കുന്ന പാട്ട്. അപ്പൊ ആ പാട്ട് തന്നെ കേൾക്കണമെന്നാണ് പറയുന്നത്. എന്നാ ഏതെങ്കിലും ബാബുരാജ് മാഷിന് ഏതെങ്കിലും ആണ്. എങ്കിലുമെന്നോ മലർക്ക് താമസിക്കാനെന്തരളിൽ തങ്കത്തിനാക്കൾ കൊണ്ടൊരു താജ് മഹാലും ഞാനുറത്താം. മായാത്ത മധുരഗാനമാലിനിയുടെ കൈപ്പടവിൽ കാണാത്ത പൂങ്കുടിയിൽ കൺമണിയെ കൊണ്ടു പോകാം. പ്രാണസഖി ഞാൻ വെറുമൊരു പാമരനാം പാട്ടുകാരൻ. ഗാനലോക വീഥികളിൽ വേണുകൂടുമാം ഹൃദയം പ്രാണസഖി ഞാൻ. പക്ഷെ ഞാൻ ഇഷ്ടപ്പെടുന്ന വേറൊരു പാട്ടുണ്ട് അദ്ദേഹത്തിന്. ഞാൻ അടുത്തൊരു വേദിയിൽ പാടിക്കോളൂ. ഒരിക്കലും സ്വപ്നത്തിന്റെ ശരൽക്കാല കാനനത്തിൽ ചിരിച്ചും കൊണ്ടോടിയോടി വന്നു നീ. ഈ സാധനം അത് ശരിക്കും പറഞ്ഞാൽ അത് മുഴുവനും കേട്ട് ഞാൻ ബാബുരാജാന്ന് പറയില്ല. തീർച്ചയായിട്ടും എനിക്കിപ്പോ അനുപല്ലവി രാജകുമാരി നിന്നെ കാത്തു രാജാങ്കണത്തിൽ ഞാനന്നു ജൂലിയറ്റായി, നീ ഇന്നു പ്രേമവദൻ റോമിയോവായി. പ്രത്യേക രീതിയാണ് പാട്ട്. ഒരിക്കലും സ്വപ്നത്തിൽ ചേഞ്ച് ചെയ്യണ്ട.
അമേസിങ്. അസാധ്യമുണ്ട് ആ സിനിമ അടിപൊളി, അസാധ്യമാണ്. ഞാൻ അങ്ങനെയുള്ള കുറെ പാട്ടുകളുണ്ട് ഇവരുടെ. പിന്നീട് ദേവരാം മാഷിനൊപ്പമുള്ള അദ്ദേഹത്തിന് അങ്ങയോട് ഒരു പ്രത്യേക വാത്സല്യം തോന്നുകയും അങ്ങ് പിന്നീടുള്ള ജനിച്ചപ്പോ വീട്ടിൽ വന്നു. തൻവീർ ഖുറേഷി എന്ന് പേരിട്ടത്. അവന്റെ കല്യാണമാണ് ഓഗസ്റ്റ് 11. ഓക്കെ, വെരി ഗുഡ്. ഓഗസ്റ്റ് അല്ല, ഒക്ടോബർ 11. ഞാൻ മാസ്റ്റർ വൈഫിനെ മിനിയാന്ന് വിളിച്ചിരുന്നു. അമ്മയുടെ കല്യാണം കുറച്ച് വിവരങ്ങളൊക്കെ പറഞ്ഞു. എപ്പോഴും ചെന്നൈയിൽ പോയി ഞാൻ പോകാറുണ്ട്, അമ്മയെ കാണാറുണ്ട്. കുറച്ച് നാളുകളായി പോയിട്ടുണ്ട്. ബന്ധം ഇപ്പോഴും ഉണ്ട്, കുടുംബമായിട്ട്. മാസ്റ്ററുടെ താമസമൊക്കെ അവിടെ തന്നെയായിരുന്നു, ആ വീട്ടിൽ തന്നെയാണ് താമസിക്കുന്നത്. മാസ്റ്ററുടെ പോകും, മാസ്റ്ററുടെ വരും. അപ്പൊ ആ ഒരു കാലഘട്ടത്തിൽ അങ്ങ് തിരുവനന്തപുരത്തായിരുന്നു. പിന്നീട് എനിക്കറിയാം, വളരെ അടുത്തറിയാവുന്ന വ്യക്തി ആയതുകൊണ്ടും മരണ കാലഘട്ടത്തിൽ പോലും അങ്ങ് കൂടെ ഉണ്ടായിരുന്നു, ആംബുലൻസിൽ അങ്ങ് ഉണ്ടായിരുന്നു. തിരുവനന്തപുരത്ത് നിന്ന് ഞാൻ ചെന്നൈയിൽ ചെന്ന് അവിടെ നിന്ന് മാസ്റ്ററുടെ കണ്ടു, സംസാരിച്ചു പോകുന്നു. അവിടെ നിന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി, ഹോസ്പിറ്റലിൽ പോയി. അവിടെ നിന്ന് 4-5 ദിവസം കഴിഞ്ഞിട്ട് മാർച്ച് 14 പുള്ളി മരിക്കുന്നത്. ഞാൻ 10-ാം തീയതി മാസ്റ്റർ ഹോസ്പിറ്റലിൽ കണ്ടത്. അവിടെ നിന്ന് മാസ്റ്റർ 2 ദിവസം കഴിഞ്ഞാൽ പോകുന്ന 2 ദിവസം കഴിഞ്ഞപ്പോൾ മരിച്ചു. വിജയ് ഹാളിൽ ഞാൻ തിരുവനന്തപുരം വിജയ് ഹാളിൽ പൊതുദർശനം ഉണ്ടായിരുന്നു. ഞാൻ ചില മാസ്റ്റർ വൈഫ് ഉണ്ടായിരുന്നു, വയലാറിന്റെ വൈഫ് ഉണ്ടായിരുന്നു. പിന്നെ കണ്ട ഉടനെ മാസ്റ്റർ വൈഫ് പറഞ്ഞു ഇവരാണ് അവിടെ പോകുന്നത് കാര്യമാണ്. പക്ഷെ ഇപ്പൊ ഞാനിപ്പോ കൊച്ചിയിൽ തന്നെ അദ്ദേഹത്തിന്റെ പേരിൽ 18 വർഷമായിട്ട് ദേവദാരു ഫൗണ്ടേഷൻ നടത്തുന്നുണ്ട്. സുശീല വർഷവും പുരസ്കാരം നടത്തുന്നുണ്ട്. തീർച്ചയായിട്ടും. അപ്പൊ ആ ദേവരാം മാഷിന്റെ നമുക്ക് ഏറ്റവും നല്ല പാട്ടുകളേ ഉള്ളൂ. ദേവരാം മാഷ് ഏറ്റവും കൂടുതൽ പാട്ടുകൾ ചെയ്ത ദേവരാം മാഷിന്റെ പാട്ടുകൾ ചൂസ് ചെയ്യാനാണ് പാട്. ഏത് പാട്ട് പാടും എന്നുള്ളതാണ്. എന്നാലും ഒരു പാടാന്നുള്ളതാണ്. കാരണം നമ്മുടെ അമരസംഗീതത്തിൽ നമ്മൾ എത്രയോ എപ്പിസോഡുകൾ ദേവരാം മാഷിന് വേണ്ടി മാത്രം ചെയ്തു. പാട്ടുകൾ തീരുന്നില്ല. വീണ്ടും വീണ്ടും പ്രേക്ഷകർ പറയുന്നു ഇന്ന പാട്ട് എന്നുള്ളത്. അപ്പോൾ പെട്ടെന്ന് നമ്മൾ അയൽക്കും. എന്തായാലും നമുക്ക് അതിലേക്ക് വരും. ഞാനൊരു പാട്ട് പറയാം ദേവരാം മാഷിൻ്റെ. അതിനു മുമ്പ് ഈ യാത്ര ഇങ്ങനെ വന്നു. ദേവരാം മാഷിൻ്റെ കൂടെയുള്ള യാത്ര ആയപ്പോഴത്തേക്കിനും മുംബൈക്ക കൊച്ചിയിൽ പ്രശസ്തരായി തുടങ്ങി, ഗസൽ ഗായകൻ എന്ന നിലയിൽ. അപ്പം ആ സമയത്ത് എന്തുകൊണ്ടാണ് അങ്ങ് ഒരു ഗസൽ ശൃംഖലയിലേക്ക് മുംബൈ താല്പര്യമുണ്ട്. ഞാൻ മുംബൈയുടെ അടുത്ത് സംഗീതം ഒന്നും പഠിച്ചിട്ടില്ല. കുട്ടിക്കാലം മുതൽ കണ്ട് വീട്ടിൽ പുള്ളി തബല വായിക്കുന്നൊക്കെ കണ്ടു. പുള്ളി പാടൂലായിരുന്നു. പിന്നെ അതിനുശേഷം ആബാദിൽ പുള്ളി പാടി തുടങ്ങിയത്. ആദ്യമായിട്ട് പുള്ളി പാടുന്ന ആബാദ്. കൊച്ചിയിലൊരു സംഘടന ഉണ്ട്, അവിടെ ഇരുന്നാണ് പുള്ളി ഹാർമോണിയൊക്കെ കുത്തി പഠിച്ചു വന്നത്. അത് കണ്ടു വളർന്നത് ഞാൻ. മുംബൈൻ്റെ അടുത്ത് ഞാൻ ഒരു തരി സംഗീതം പഠിച്ചിട്ടില്ല. പുള്ളിയായിട്ട് എനിക്ക് അതിനുവേണ്ടി എഫർട്ട് എടുത്തിട്ടില്ല. ഞാൻ നീ പോയി സംഗീതം പഠിക്കുക. അവിടെ എന്നെ തബല പഠിക്കാൻ കൊണ്ടാക്കിയത് എൻ്റെ ഒരു സുഹൃത്താണ്. അവിടെ തന്നെ ഉണ്ടായിരുന്നത് ഒരു സംഘടനയുടെ സെക്രട്ടറിയാണ് പുള്ളി. പുള്ളിയാണ് എന്നെ തബല പഠിക്കാനും ബലറാം മാസ്റ്റർ എടുത്ത് കൊണ്ടുപോയാക്കിയത്. പുള്ളിയുടെ ഭാഗത്തുനിന്ന് എൻ്റെ എനിക്കൊരു സംഗീതമായിട്ട് ഒരു കോൺട്രിബ്യൂഷൻ ഒന്നുമില്ല പറയട്ടെ. അദ്ദേഹത്തിന്റെ സഹോദരിയുടെ മകനാണ്. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, പ്രത്യേകിച്ച് എന്താണെന്ന് അറിയാം, ഒരു കാലം കഴിഞ്ഞപ്പോഴും പിന്നീടാണ് നമ്മൾ ഓരോരുത്തരെയും ശ്രദ്ധിക്കുക. നമ്മുടെ മനസ്സിലേക്ക് തട്ടുന്ന ചില സംഗീതത്തിന് ഏറ്റവും വലിയ അങ്ങോട്ട് പ്രത്യേകിച്ച് പറഞ്ഞു തരണമെന്നില്ല, ഒരു സാധാരണ പ്രേക്ഷകൻ അല്ലെങ്കിൽ ഒരു ശ്രോതാവ് എന്ന നിലയിൽ ഞാൻ ചിലപ്പോൾ ഫീൽ ചെയ്യുന്നത് മുംബൈക്കയുടെ ചില പാട്ടുകൾ നമ്മുടെ ഹൃദയത്തിലേക്ക് വല്ലാണ്ട് തെളിഞ്ഞാണ്. അപ്പം എൻ്റെ ഒരു ചോയ്സ് അങ്ങ് എനിക്ക് പാടിത്തരണം. വീണ്ടും പാടാം സഹി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ അതിമനോഹരമായ ഒരു മലയാളം ഗസലാണ്. അതെനിക്ക് തോന്നുന്നില്ല ലോകത്ത് കേൾക്കാൻ ഇല്ലാത്ത മലയാളികളുണ്ടോ എന്നുള്ളത്. അത് ഒന്ന് യൂസഫ് അലി കേച്ചേരിയുടെ വരികളാണ്. അത് കേൾക്കണം. അത് പ്രേക്ഷകർ എന്നോട് പ്രത്യേകം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വീണ്ടും ഒന്ന് അമരസംഗീതം തുടങ്ങുമെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ആ പാട്ടിൽ ഈ പാട്ട് ഉൾപ്പെടുത്തണമെന്നും അന്ന് സാധിക്കാൻ പാടിയതുപോലെ ആ ഫുൾ വെർഷൻ പാടണമെന്നാണ് എന്നോട് ആവശ്യപ്പെട്ടിരുന്നത്. എന്തായാലും നിങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ തൽക്കാലം ഞങ്ങൾ അദ്ദേഹം പല്ലവി അനുപല്ലവിയും പാടും. നമുക്കത് പാടാം. ഏകാന്തതയിൽ നീയും ഞാനും എല്ലാം മറന്നൊരു നിമിഷത്തിൽ, ഏകാന്തതയിൽ നീയും ഞാനും എല്ലാം മറന്നൊരു നിമിഷത്തിൽ, കുങ്കുമക്കുറിയാൽ നീയൻ കവിളിണ ചുവപ്പിച്ചതോർമ്മയില്ലേ, എന്നെ നീ ചുവപ്പിച്ചതോർമ്മയില്ലേ, വീണ്ടും പാടാം സഖി നിനക്കാ വിരഹഗാനം ഞാൻ, ഒരു വിഷാദഗാനം ഞാൻ. മനോഹരം.
അപ്പോൾ ദേവരാം മാഷിൻ്റെ കൂടെ അത്ര, അതുപോലെ തന്നെ അങ്ങേക്ക് പ്രിയപ്പെട്ട ഒരു സംഗീത സംവിധാനമായിരുന്നു അർജുന മാഷ്. അർജുന മാഷ് എനിക്ക് തോന്നുന്നു അങ്ങേക്ക് കൂടുതൽ അല്ലേ ഇപ്പോൾ അടുപ്പവും അങ്ങേ അല്ല, അത് ഞാൻ പറഞ്ഞല്ലോ, അർജുന ദേവരാജ മാസ്റ്ററുമായിട്ട് ഞാൻ അടുക്കാൻ പരിചയ പുള്ളി രംഗത്തൊന്ന് അല്ല നമ്പർ തന്നു സംസാരിച്ചു. അങ്ങനെയാണ് നമ്മൾ തമ്മിൽ. അല്ലാണ്ട് ദേവരാജ മാസ്റ്റർ നേരിട്ട് എന്റെ ആളാണ് അല്ലല്ല, അങ്ങനല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ നേരിട്ട് ഇന്ന് പുള്ളിയോട് സംസാരിച്ചു, ഞാൻ പരിചയപ്പെട്ടത്. തീർച്ചയായിട്ടും. അപ്പോൾ ഈ ദേവരാജ മാസ്റ്ററായിട്ടുള്ള എന്റെ അടുപ്പം വന്നു കഴിഞ്ഞപ്പോൾ അർജുന മാസ്റ്ററായിട്ട് എനിക്ക് കൂടുതൽ എടുക്കാൻ കഴിയും. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ദേവരാജ മാസ്റ്റർ കാര്യങ്ങളൊക്കെ എന്നെ വിളിച്ച് ചോദിച്ചു. അർജുന മാസ്റ്റർ ദേവരാജ മാസ്റ്റർ വിളിക്കുന്ന കാരണവരാണ്. കാരണവർ എന്തെടുക്കുന്ന മക്കളെ സുഖമാണ് മക്കളെ ചോദിക്കും, അങ്ങനെയൊക്കെ സംസാരിക്കുന്നു. പിന്നെ തിരുവനന്തപുരത്ത് അവിടെയൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ എൻ്റെ കാറിന് ചിലപ്പോൾ അർജുന മാസ്റ്റർ 1-2 പ്രാവശ്യം JCD ആണെങ്കിലും അവിടെ വിളിക്കാൻ വേണ്ടി മാസ്റ്റർ തിരുവനന്തപുരം കോഴിക്കോട് വന്നപ്പോൾ ഞാൻ അർജുന മാസ്റ്റർ കൂടിയാണ് ഇവിടുന്ന് പോയത്. അപ്പം പ്രത്യേകിച്ചും അർജുൻ മാഷിൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ പറയാതെ പോകാതിരിക്കാൻ കഴിയില്ല തമ്പി സാറിൻ്റെ പേരും. അവർ തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ ഉണ്ടായിരുന്നു. എത്രയോ പാട്ടുകളുണ്ട്. അതിൻ്റെ എണ്ണം ഞാൻ മറന്നുപോയി, പക്ഷേ എല്ലാം കാണാപ്പാടമായിരുന്നു. ഇപ്പം നമ്മളിപ്പം കുറച്ച് മുമ്പ് പാടിയ പാട്ടില്ലേ, അത് ഞാൻ അർജുൻ മാഷിൻ്റെ ഇഷ്ടപ്പെടുന്ന, തമ്പി സാറിൻ്റെ ഇഷ്ടപ്പെടുന്ന പാട്ടുകളിൽ ഒന്നാണ്. അപ്പം അർജുൻ മാഷിൻ്റെ ഒരു പാട്ട് നോക്കാം. എന്നെ പുള്ളി പഠിപ്പിച്ചൊരു പാട്ടാണ്. അത് പുള്ളിയുടെ ഒരു പരിപാടി തിരുവനന്തപുരത്ത് നടത്തിയിട്ട് പുള്ളി തന്നെ കേട്ട് അങ്ങനെ അത്ര സക്സസ്ഫുൾ പാട്ടത്. ഞാനതുപോലെയും ചരണമൊക്കെ വ്യത്യസ്തമായിട്ട് പുള്ളി ചെയ്തിട്ടുള്ള പാട്ടാണ്. പൊൻകിനാവിൻ പുഷ്പരഥത്തിൽ പോയി വരൂ നീ ആത്മസഖി ആത്മസഖി. പൊൻകിനാവിൻ പുഷ്പരഥത്തിൽ പോയി വരൂ നീ ആത്മസഖി ആത്മസഖി. ഈ പാട്ട് പിക്നിക്കിലൊക്കെ അത്തരം നല്ല പാട്ടുകളൊക്കെ ഉള്ളു. പിക്നിക്കിലൊക്കെ പാട്ടുകളല്ല. പക്ഷെ ഒരു സങ്കടം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അദ്ദേഹം മരിക്കാൻ ഏതാണ്ട് മാസങ്ങളുടെ സമയത്താണ് അദ്ദേഹത്തിന് സ്റ്റേറ്റ് അവാർഡ് വളരെ മനോഹരം. ദുഃഖമേ നിനക്ക് പുലർക്കാലവന്ത. ആ പാട്ട് എത്ര മനോഹരം പാട്ടാണ്. ഒരുപാട് പാട്ടുകളുണ്ട്. ആ പാട്ടുകൾ വന്നിട്ടുണ്ട്. പിന്നീട് ചുംബനം കൊള്ളാനൊരുങ്ങി അമ്പിളി പൊന്നമ്പിളി ചുംബനം കൊള്ളാനൊരുങ്ങി. നമ്മളിപ്പോൾ എത്ര എടുത്താലും പഴയ മഹാരഥന്മാരുടെ പാട്ടുകൾ ഒരുപാട് നെഞ്ചിലേക്ക് ആഴ്ന്നിറങ്ങുന്ന, കാരണം കുട്ടിക്കാലം പോലും നമ്മൾ കേൾക്കുന്ന പാട്ടാണ്. ഇനി പ്രേക്ഷകർ കാത്തിരുന്ന, അത് ഞാൻ അവസാനം വെച്ചിരുന്ന, പക്ഷേ എനിക്ക് ക്ഷമ വളരെ കുറവാണ്. കാരണം സാധിക്കാൻ എടുത്ത് കിട്ടിയാൽ അത് പാടിക്കാതെ വരും. അർജുൻ മാഷിൻ്റെ കാര്യം പറഞ്ഞു, ബാബുരാജിൻ്റെ കാര്യം പറഞ്ഞു, ദേവരാം മാഷിൻ്റെ കാര്യം പറഞ്ഞു. ഇനി പറയാനുള്ളത് AT ഉമ്മറാണ്. AT ഉമ്മറിൻ്റെ ഒരു പാട്ട് യൂസഫലി എന്ന് തോന്നുന്നു എഴുതിയ, അത് സാദിക്കയെ കൊണ്ട് പാടിക്കാതെ പോകുന്ന വിഷയമേ ഒതുക്കുന്നില്ല. അപ്പോൾ ആ പാട്ടിലേക്ക് സ്ട്രെയിറ്റ് വരാം. നീലജലാശയത്തിൽ, അങ്ങയുടെ ഫേവറേറ്റ് മാസ്റ്റർ പീസ് പാട്ട് പാടിക്കുക. ഞാനൊന്നും പറയുന്നില്ല. നീലജലാശയത്തിൽ ഹംസങ്ങൾ നീരാടും പൂങ്കുളത്തിൽ നീർപ്പോളകളുടെ ലാളനമേറ്റൊരു നീലത്താമരൾ തിരിഞ്ഞു. നീലജലാശയത്തിൽ ഹംസങ്ങൾ നീരാടും പൂങ്കുളത്തിൽ നീർപ്പോളകളുടെ ലാളനമേറ്റൊരു നീലത്താമരൾ വിരിഞ്ഞു. നീലജലാശയത്തിൽ. ജാനകമ്മ പാടിയതാണ്. ഏറ്റവും ഭയങ്കര രസകരമായ സംഭവം എന്ന് പറഞ്ഞാൽ നീലജലാശയത്തിൽ ഹംസങ്ങൾ നീരാടും. പറയാതെ തന്നെ ഇത് ആരായിരിക്കും എഴുതിയതെന്ന് നിങ്ങൾക്ക് ഗസ് ചെയ്യാം. ഞാൻ ഒരു പാട്ടുകൂടെ അദ്ദേഹത്തിന് പറയാം. ഇങ്ങനെയുള്ള
വരികൾ എഴുതാൻ അദ്ദേഹത്തിന് മാത്രമേ കഴിയും. ഇപ്പം മൈനാകം കടലിൽ ബിച്ചു തിരുമലയുടെ ഗാനങ്ങളാണ്. ഈ പാട്ടിൻ്റെ ഒരു സുഖം എന്തുകൊണ്ടാണെന്ന് നമ്മൾ അന്ന് ചർച്ച ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞതാണ്. ഇത് ശിവരഞ്ജിനി രാഗത്തിൽ ചിട്ടപ്പെടുത്തിയ ഒരു പാട്ടാണ്. എനിക്ക് അന്ന് ഫുൾ ഓർക്കസ്ട്ര വെച്ച് അങ്ങ് പാടുമ്പോൾ എനിക്ക് അന്ന് അറിയില്ല നമ്മൾ ഇൻ്റർവ്യൂ ആണോ ഒരു ഷോ ആണോ, അത്ര മനോഹരമായിട്ട് ആ പാട്ട് പറഞ്ഞു. അത് റീക്രിയേറ്റ് ചെയ്യാനാണ് നമ്മൾ അടുത്ത എപ്പിസോഡ് മുതൽ നമ്മൾ ശ്രമിക്കാൻ പോകുന്നത്. ഇങ്ങനെ ഏറ്റവും പറഞ്ഞ വേറെ എന്തെങ്കിലും പാട്ടുകൾ ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ആ പാട്ട് വേണം. ആ പാട്ട് പ്രേക്ഷകർ നോക്കുന്നു, വിളിക്കുന്നു, പാടിക്കോളൂ 4 പേര്. പൂമരം ചൂടും വാരിളം പൂങ്കുലയ്ക്കുള്ളിൽ വാടകയ്ക്കൊരു മുറിയെടുത്തു വടക്കൻ തെന്നൽ, പണ്ടൊരു വടക്കൻ തെന്നൽ. വാഗപ്പൂമരം ചൂടും വാരിളം പൂങ്കുലയ്ക്കുള്ളിൽ വാടകയ്ക്കൊരു മുറിയെടുത്തു വടക്കൻ തെന്നൽ, പണ്ടൊരു വടക്കൻ തെന്നൽ. വാതിലിൽ വന്നെത്തി നോക്കിയ വസന്തപ്പൊൻ തിങ്കൾ വളതിലുക്കം കേട്ടു കോടി മലനാട് ടിവിയുടെ വിഷു ആശംസകൾ. തെന്നൽ തരിച്ചു നിന്നു. അതിന്റെ ആ വേരിയേഷൻസ് ഒരുങ്ങി നിന്നു ബിച്ചോട്ടനല്ല അത് എഴുതി. ഞാൻ നോക്കാം. ബിച്ചോട്ടനല്ല, എനിക്ക് തോന്നുന്നത് അത് തമ്പി സാറാണെന്ന് എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. 180 സിനിമകൾക്ക് അദ്ദേഹം സംഗീതം. പക്ഷെ ആരോ ഓർക്കുന്നുണ്ട്, നമ്മളെ മലയാളത്തിലുള്ള ഒന്നാമതൊരു പ്രേക്ഷകർ, നമ്മളൊക്കെ കലാകാരന്മാരൊക്കെ എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ ഇത്ര കണ്ട് പ്രോത്സാഹിപ്പിക്കുന്ന പ്രേക്ഷകർ. പക്ഷെ അവർ മരിച്ചു കഴിഞ്ഞാൽ ഈ പ്രേക്ഷകർ മാത്രമേ അവർ ഓർക്കുന്നുള്ളൂ. സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു ഇതുമില്ല നമുക്ക്. അതുകൊണ്ട് മലനാട് TV ഇപ്പം ഞാനായാലും ജയേഷായാലും ഞങ്ങൾ ഒരു യാത്ര തുടങ്ങുകയാണ്. അപ്പം ഈ ഒരു വിഷയം ഞങ്ങൾ ഉന്നയിക്കണം എന്ന് തീരുമാനം, അതിന് സാധിക്കുകയും കൂടെ ഉണ്ടാവും എന്ന് ഞാൻ പറയും. കാരണം ഓരോ മേഖലകളിലും അവഗണിക്കപ്പെട്ട് കിടക്കുന്ന അല്ലെങ്കിൽ മറവിയിലേക്ക് യാത്രയാവുന്ന ഒരു കാലഘട്ടത്തിൽ കൂടെ നമ്മൾ പോകുന്ന പുതിയ ജനറേഷൻ, എന്തായാലും പറയുക ജെൻസിയ, അങ്ങനെ ഒരു ജനറേഷൻ. പക്ഷേ കുട്ടികളെ ഞാൻ കുറ്റം പറയുന്നില്ല. നമ്മൾ ഫീഡ് ചെയ്യുമ്പോൾ മാത്രമേ കുട്ടികളും അത് ഏറ്റെടുക്കുകയുള്ളൂ. കാരണം ഈ ശുദ്ധ സംഗീതം ഇനി ഒരു ടേൺ ഇല്ല ഇനി ലൈഫിൽ. അപ്പം ദാസേട്ടൻ്റെയും ദേവരാമാഷിൻ്റെയും ഒക്കെ ഈ കാലഘട്ടത്തിൽ നമ്മൾ ജീവിച്ച് ആ സംഗീതം കേൾക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നത്. എന്താണ് അങ്ങനെ ഒരു കാഴ്ചപ്പാട്? ഞാൻ പറഞ്ഞില്ല, അവരുടെ ഓർമ്മകൾ നിലനിർത്തണമെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ചാനലില് ജനങ്ങളിലേക്ക് എത്തിക്കാവുന്ന ഒരു മാധ്യമം തീർച്ചയായിട്ടും ഇതാണ്. നമ്മൾ ജോലി കഴിഞ്ഞാൽ ചാനൽ TV കാണും, അതിലൂടെ അവരുടെ ജീവചരിത്രങ്ങളും എല്ലാം കൊണ്ടുവരും വരും തലമുറ. ഇപ്പൊ എന്നെ സംബന്ധിച്ച് ഞാൻ എടുത്തിരിക്കുന്ന ഒരു എഫർട്ട് അതാണ്. അതായത് വരും തലമുറ അറിയണം ഇങ്ങനത്തെ കലാകാരന്മാർ ജീവിച്ചിരുന്നു. ഇപ്പൊ ഇവിടെ നമ്മുടെ ഇവിടുത്തെ ഒരു കോളേജ് ഉണ്ട്, സെന്റ് ആൽബർട്ട്സ് കോളേജ്. അവിടെ ഒരു ഫെസ്റ്റിവലിന് ഞാൻ പാടാൻ പോയി. എന്നെ പാടാൻ വേണ്ടി വിളിച്ചപ്പോൾ ഞാൻ ആ ഇവന്റിനോട് ചോദിച്ചത്, ഞാൻ കോളേജിൽ പോയിട്ട് എന്ത് പാടാൻ, ഈ തുള്ളലൊക്കെ ആയിട്ട് നടക്കുന്ന കുട്ടികളുടെ മുമ്പിൽ ഞങ്ങളുടെ കൺസെപ്റ്റ് അതാണ്. ഫെസ്റ്റിവലാണ്, അപ്പൊ ഗസൽ ആണ് നമുക്ക് ആവശ്യം. 25, 26 വയസ്സുള്ള കുട്ടികൾ എന്നോട് പറഞ്ഞ പാട്ടൊക്കെ ചുക്കെ ഗുലാമലിൻ്റെത് 40-50 വർഷം പഴക്കമുള്ള പാട്ടുകളാണ് അവരെന്നോട് പറഞ്ഞത് പാടാൻ. ഞാൻ പാടുമ്പോ അവരവിടെ നിന്ന് ലിപ്പാനൊക്കെ കാണാം നമുക്ക്, അവര് പാടുന്നുണ്ട്. അപ്പൊ വരും തലമുറയിലേക്ക് ഈ കഴിഞ്ഞ കാലത്തെ സംഗീതം എത്തിക്കുക. ഇതിനെ കുറിച്ച് ആൾക്കാർ ജീവിച്ചിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, പണ്ടെന്ന് പറഞ്ഞു കഴിയുമ്പോൾ ദേവരാജ മാഷ പോലെയുള്ള ആളുകൾ പാട്ട് ചെയ്യുമ്പോൾ ജനങ്ങളും കൂടി ആ പാട്ട് കേൾക്കണം, സിനിമക്ക് വേണ്ടി മാത്രമല്ല. ഇന്നതല്ല, ഇന്നൊരു പാട്ടിന് സിനിമയുടെ ആയുസേ ഉള്ളൂ. സിനിമ എത്ര ദിവസം തിയേറ്ററിൽ കളിക്കുന്നു അത്രേ ഉള്ളൂ ആ പാട്ട്. തീർച്ചയായിട്ടും. അന്ന് സിനിമ കൊണ്ട് വിജയിച്ച പാട്ടുകളാണ് പണ്ട് കാലങ്ങളിൽ. ഭാഷയുണ്ടായിരുന്നു അവർക്ക്, അന്ന് കാശല്ല ആവശ്യം.
പൈസക്കല്ല ഒരു സംഖ്യം തിരിഞ്ഞില്ല. ഇപ്പൊ ഒരു ഹരിഹരൻ സാറ് മാക്ടയുടെ ഫംഗ്ഷന് ദേവരാജ മാസ്റ്റർ ഇരിക്കെ മൈക്കിന്റെ മുമ്പിൽ കൂടി ഒരു കഥ പറഞ്ഞു. അതായത് വയലാർ ദേവരാജിന്റെ പാട്ടിൽ ഇറങ്ങുന്നതൊക്കെ ഹിറ്റായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ ആദ്യമായിട്ട് ഹരിഹരൻ സാർ, സിനിമയിലെ ഏറ്റവും മഹാനായ ഡയറക്ടർ ആരാന്ന് നോക്കി ഞാൻ ഹരിഹരൻ സാറിന്റെ പേര് പറഞ്ഞു. അദ്ദേഹത്തിന്റെ ഒരു സിനിമ അവർ തീരുമാനിക്കുന്നു വയലാറിന് പാട്ട് എഴുതാൻ കൊടുക്കുക, സംഗീതം തരിക. ഇത് പറയുന്നവരാന്നറിയാം, ഹരിഹരൻ സാറാണ് മാക്ടയുടെ അവാർഡ് ഫംഗ്ഷൻ. ദേവരാജ മാസ്റ്റർ ഇവിടെ ഇരിക്കുക, കുറച്ച് മാക്ടറുടെ ബന്ധപ്പെട്ട ആൾക്കാരെല്ലാം PTHന്റെ മേലെ എറണാകുളത്ത്. ഞാനാണ് മാസ്റ്ററായിട്ട് പോയത്. മാസ്റ്റർ വൈഫുണ്ട്, മകളുണ്ട്, എല്ലാവരും. എന്താണ് പറഞ്ഞത് ഹരിഹരൻ പറഞ്ഞത്? മലയാള സിനിമ ആദ്യമായിട്ട് വയലാറിന് പാട്ട് എഴുതാൻ കൊടുക്കും. ആദ്യമായിട്ടാണ് അവര് ചെയ്യിക്കുന്നത് ദേവരാജ മാസ്റ്റർ സംഗീതം. അപ്പൊ സിറ്റുവേഷൻ ഒക്കെ പറഞ്ഞു കൊടുത്തു. സിറ്റുവേഷൻ ഇതാണ് എന്നെല്ലാം പറഞ്ഞു കൊടുത്ത് പാട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കേൾക്കണമെന്ന് പറഞ്ഞു. അപ്പൊ ദേവരാജ മാസ്റ്റർ അതൊന്നും പറ്റത്തൊന്നുമില്ല, എല്ലാം കഴിയുമ്പോൾ നിങ്ങളൊന്ന് കേൾക്ക്, പറ്റുമെങ്കിൽ നിങ്ങൾ സിനിമയിലിട്ട് എന്റെ കാര്യം എന്ന് പറഞ്ഞു. പാട്ട് എഴുതി കൊടുത്തു, പാട്ട് കമ്പോസ് ചെയ്തു. എല്ലാം കഴിഞ്ഞ് യേശുദാസ് വരുന്നു, പാട്ട് പഠിക്കുന്നു, പോകുന്നു. ഈ ഡയറക്ടറും പ്രൊഡ്യൂസറും പുറത്തായിരിക്കുന്നു. പുറത്താണ് അവര്, അകത്തോട്ട് വന്നിട്ടില്ല. അവസാനം ഫൈനൽ ടേക്ക് ദാസേട്ടൻ വന്നു, പാട്ട് പാടി പോയി കഴിഞ്ഞപ്പോ ഇവര് മാസ്റ്ററുടെ തോളത്തിട്ടിരിക്കണം, തോർത്ത് വിട്ടിട്ട് അത് പുറത്തോട്ട് ഇറങ്ങിയപ്പോ ഡയറക്ടറും പ്രൊഡ്യൂസറും പുറത്തിരിക്കുക. നിങ്ങളെ പാട്ട് കഴിഞ്ഞ് പോയി കേട്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്റെ കാഴ്ചകൾ കൊടുത്തു വിട്ടായിരുന്നു. അവരങ്ങ് പോയി. അങ്ങനെ പാട്ട് കേട്ട് കഴിഞ്ഞിട്ട് ഹരിഹരൻ സാറ് പറയാ, അപ്പൊ നമ്മളെല്ലാം ആകാംക്ഷയോട് കേട്ടിരിക്കുകയാണ് ഈ പ്രസംഗം. ദേവരാജ മാസ്റ്റർ മുഖത്ത് ഒരു ഭാവവ്യത്യാസമില്ല. പുള്ളി ഞാൻ കൈമുത്തി ഇങ്ങനെ ഇരിക്കുക. ഞാൻ സാക്ഷിയാണ്, സാക്ഷി. വന്ന് കയറിയിട്ട് പുള്ളി പറഞ്ഞത്, പാട്ട് കേട്ടിട്ട് എനിക്ക് ഇത് പറ്റൂല, ഇതിനപ്പുറത്ത് ഇന്നതാണ് വേണ്ടത് എന്ന് ഞാൻ പറയുന്നത്. അതിനും അപ്പുറത്താണ് ആ പാട്ട്. എന്നിട്ട് എൻ്റെ മനസ്സിൽ തോന്നിയത് എനിക്ക് അന്ന് പറയാൻ പറ്റില്ല, ഇന്ന് ഞാൻ മാസ്റ്റർ എഴുതിക്കൊണ്ട് പറയാം, ഈ മുരടന്റെ മനസ്സിൽ ഇത്രയും റൊമാൻറ്റിക്കാണ്. പാട്ട് ഏതായിരുന്നു അറിയാം? സന്യാസിനി നിൻ പുണ്യാശ്രമത്തിൽ ഞാൻ സന്ധ്യാപുഷ്പവുമായി വന്നു. ഇന്നും നമ്മൾ കേൾക്കുന്നില്ല. അതിന് ഹരിഹരൻ സാറ് കൊടുത്തൊരു ഇതാണ് പറയുന്നത്, ഈ മുരടന്റെ മനസ്സ് ഇത്രയും റൊമാൻറ്റിക്കാണെന്നാണ്. അമേസിങ്, അബ്സല്യൂട്ട്ലി അമേസിങ്. അപ്പോൾ എന്തായാലും നമ്മൾ പറയാനും പാടാനും ഒരുപാട് ഗാനങ്ങൾ ബാക്കി വെക്കുകയാണ് ഞങ്ങൾ. അത് എനിക്ക് ഏറ്റവും സാധിക്കേണ്ട ഒരു നിർദ്ദേശം കൂടെ, അടുത്ത ഒരു യാത്രയിൽ ഞങ്ങൾ MLA MP ആ ഒരു യാത്രയിൽ ഞങ്ങൾ ഈ ഒരു നിർദ്ദേശം കൂടെ വെക്കും. അല്ലെങ്കിൽ കേന്ദ്രം ഇപ്പം നമ്മളെ പോലുള്ള ചാനലുകൾ, മനോരമ ഉൾപ്പെടെ, അല്ലെങ്കിൽ വലിയ ചാനലുകൾ, ഇപ്പോൾ റിപ്പോർട്ടറൊക്കെ ഒരു സംഗീതജ്ഞനെ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ സംഗീതജ്ഞൻ്റെ ഒരു പാട്ട്, ഇപ്പോൾ സാധാരണ RBs ഓർക്കസ്ട്ര വെച്ച് ആരും പാടുന്നില്ല, ഒരു കരമൊക്കെ ഇടുന്നു, അതിന് നമ്മൾ പാടുന്നു, നമ്മൾ അമൃതസംഗീതം. ആ കാലത്തൊന്നും നമുക്ക് കോപ്പിറൈറ്റ് ഇല്ല. ഇപ്പം പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് വൺസ് ചാനലിൽ വന്ന് പോകും, പക്ഷെ എന്നും ഓർക്കാൻ വേണ്ടി അത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ മാത്രമേ ആ ചാനൽ, പക്ഷേ കോപ്പിറൈറ്റ് ആണ്. നമ്മൾ പാടിയാലും ആ മ്യൂസിക്കിന് കോപ്പിറൈറ്റ് വരിക. അതൊന്ന് മാറ്റാൻ ഗവൺമെൻറ്റിനോട് ഒരു കാര്യം നിവേദനം നിങ്ങൾ സമർപ്പിക്കും. എന്തായാലും അതവിടെ നിൽക്കട്ടെ, നമ്മുടെ വിഷയമല്ല, എന്നാലും ഞാൻ പറഞ്ഞു പോയെന്നേ ഉള്ളൂ. ഇനി എന്നെ ത്രസിപ്പിച്ച അങ്ങയുടെ ചില പാട്ടുകളുണ്ട്, അത് നമുക്ക് പറഞ്ഞു പോകാതെ പറ്റില്ല. അതുകൊണ്ട് ഞാൻ സ്ട്രെയിറ്റായിട്ട് പറയുകയാണ്, ആ പാട്ട് പല്ലവിയും ഇതും പാടണം. ജബ് ദീപ് ജലയാന, രവീന്ദ്രജയൻ അല്ലേ, രവീന്ദ്രജയൻ്റെ അതിമാസ്മരികമായ സംഗീതത്തിൽ ദാസേട്ടൻ ആലപിച്ച ഈ ഹിന്ദി ഗാനം ഇന്നും ലോകത്തിൻ്റെ ഏത് കോണിൽ പോയാലും ഈ പാട്ട് നമുക്ക് കേൾക്കാം. പാകിസ്ഥാനികൾ, അഫ്ഗാനികൾ, ബംഗ്ലാദേശ്, ഭോപ്പാൽ, ഹിന്ദി അറിയാവുന്ന എല്ലാ ആൾക്കാരും ഈ പാട്ട് കേൾക്കും. അപ്പോൾ ആ പാട്ട് ഒന്ന് പാടിത്തരണം. എൻ്റെ സ്വരം പാടണേ. ആ ജബ് ദീപ് ജലേ ആനാ, जब शाम ढले आना, जब दीप जले आना, जब शाम ढले आना, संकेत मिलन का भूल न जाना, मेरा प्यार न बिसराना, जब दीप जले आना, जब शाम ढले आना. नेरेगा नेरेगा रेगा मागरे सजनी
सांझ सवेरे मिलते हैं. അറിയില്ല एक दूजे से चले आना. മനോഹരമായ പാട്ട്. ഈ പാട്ടിനെ വേറെ ഏതെങ്കിലും സ്റ്റേജിൽ പാടിയിട്ട് ഇത്രയും നമ്മുടെ അതിന്റെ പാടിയിട്ടുണ്ടോ? അത് ഞാൻ കുറേ ഇതിൽ ആണോ? ഇത് പാടിയിട്ടുണ്ട്. അതുപോലെ മധുബൻ ഖുശ്ബൂ അസറിന്റെ കുറെ പാട്ടുകൾ പാടിയിട്ടുണ്ട്. കാക്കരു സജിനി, പിന്നെ അതുപോലെ ഈ പിന്നെ അങ്ങ് പറഞ്ഞ എനിക്ക് വേറൊരു അറിവുണ്ട്. ഈ കാക്കരു സജനി ഒരു ഗസലായിരുന്നു അല്ലേ? ഒരു ഭജനായിരുന്നു. അതിന്റെ ഒരു ഒന്ന് പറയാമോ? ഞാൻ ശരിക്കും കൂടുതൽ കേട്ടിരിക്കാൻ അനൂപ്ജി പാടിയിട്ടുണ്ട്. അനൂപ് ജലോട്ട പാടിയ കാക്കരു സജിനി ആരും കേട്ടിട്ടുണ്ടാവാൻ, മലയാളികൾ പ്രത്യേകിച്ചും കേട്ടിട്ടുണ്ടാവാൻ വഴിയില്ല. അതിന്റെ ഒരു വ്യത്യാസം ഒന്ന് പറഞ്ഞു തരാമോ എന്താണെന്ന്? അത് പുള്ളി പാടിയിരിക്കുന്ന പക്ക ഭജനാണ് പാട്ട്. അത് ഫിലിമിന്റെ ആവശ്യത്തിനാണ് അങ്ങനെ ട്യൂൺ മാറ്റിയിട്ട് ഇങ്ങനെ കാക്കരു സജിനി ആക്കിയിരിക്കുന്നത്. ആരും ചെയ്യുന്ന എനിക്കറിയത്തില്ല. ഞാൻ അനൂപ്ജി പാടിയിരിക്കുന്നത് കുറെ കേട്ടിട്ടുണ്ട്. അതെങ്ങനെയായിരുന്നു അതിന്റെ പ്രശ്നം? तड़प तड़प भीगी तड़प तड़प भीगी सुनो बिन रखिया आए न बालो काकरु सजनी आए न बालो. ഈ ഒരു സാങ് ഇങ്ങനെ അനൂപ്ജി അത് പാടിയത്. ദാസൻ പാടുമ്പോ എങ്ങനെയായിരുന്നു? കാക്കരു സജനി ഓ, അതാണ് വ്യത്യാസം. അതും രവീന്ദ്ര ജയൻജി ആണോ? ഉഷാ ഖന്നയാണ് തോന്നുന്നു. പിന്നീട് ദാസേട്ടന്റെ ഏത് പാട്ടാണ് ഹിന്ദി പാട്ടുകൾ കംഫർട്ടബിൾ? പാടിയിട്ടുണ്ട്. ഒരു 10-30 പുള്ളിന്റെ പാട്ടുകൾ ഞാൻ സാധാരണ വേദികളിൽ പാടാറാണ്. നിമിഷം വന്നാൽ അതിൽ ഞാൻ ഏറ്റവും കൂടുതൽ बेहद हसी ऐसे भूले हम भी नहीं. ഈ പാട്ടൊക്കെ ഏറ്റവും കൂടുതൽ റിതം ഒരു നല്ല ഇതായിട്ട്. അതുകൊണ്ട് ഇങ്ങനെ ആ പാട്ട് ഞാൻ പാടാറ്. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ അത് നല്ലൊരു जन्म जन्म से हम तो प्यासे संग मेरे गा निसगमपनि सरेगा സാധ്യ ദാസേനൊക്കെ അത് കിട്ടാവുന്ന ഭയങ്കര അല്ലേ? ഇതില്ല. ബോംബെ പോലത്തെ ഒരു സ്ഥലത്ത് റഫി സാബും കിഷോർജിയൊക്കെ ജീവിച്ചിരിക്കുന്ന സമയത്ത് ആ പാട്ട് പാടാറ്. ഇനി റഫി സാബിന്റെ പാട്ടുകളിൽ ഏതായിരിക്കും? സാബിന്റെ കുറെ പാട്ടുകൾ അറിയാം എനിക്ക്. എന്നാലും ഈ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അങ്ങയുടെ സ്റ്റേജ് ഷോസുകൾ ശ്രദ്ധിച്ചിരുന്നു. അപ്പം ഈ സ്റ്റേജിൽ നിന്ന് കൂടുതൽ ആൾക്കാരും റെസ്പോൺസ് വരുന്ന റഫി സാബിന്റെയും കിഷോർദായുടെ ഒക്കെ പാട്ട് പാടും. ഏതെങ്കിലും ഒരു 4 വരി എന്ന് പറഞ്ഞു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് പെട്ടെന്ന് ഓർക്കുമ്പോൾ ചിലപ്പോൾ മെമ്മറിയിൽ വരുന്നത്. കാരണം ഞങ്ങൾ പ്രിപ്പറേഷൻ ഒന്നും ഇല്ല. सुलग सुलग जाए मन भीगी आज इस मौसम में लगी कैसी ये अगन रिमझिम गिरे सावन सुलग सुलग जाए मन भीगी आज इस मौसम में लगी कैसी ये अगन ഈ അങ്ങനെയുള്ള പാട്ടുകളൊക്കെ എനിക്ക് വലിയ ഇഷ്ടമാണ്. ആ ഒരു വെറൈറ്റി, ആ ഒരു മെലഡീസ് കുറെ എൻ്റെ അടുത്ത് ഉണ്ട്. പിന്നീട് ഏത് പാട്ടാണ്? റഫി സാബിന്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാടാം. जो भी हो तुम खुदा की कसम लाजवाब हो चौदवी का
चांद हो മെലഡിയിൽ അങ്ങനെയുള്ള കുറെ എല്ലാ പാട്ടുകളും अभी न जाओ छोड़ कर दिल लगी नहीं अभी न जाओ छोड़ कर दिल लगी नहीं ഓ സുപ്രഭാതത്തിൽ ഇങ്ങനെ ഇത് കേട്ട് കഴിഞ്ഞാണല്ലോ അതിങ്ങനെ ഭയങ്കര പാട്ടുകളാണ് ആ ശബ്ദത്തിൽ ആ ശബ്ദത്തിൽ റഫി സാമിന് നമുക്ക് പറഞ്ഞൊരു കാര്യം വേറെ ഒരാൾക്കും ഈവൻ ദാസേട്ടൻ പോലും ആരാധിക്കുന്ന ഒരു വ്യക്തിയാണ് റഫി സാബ്. ആരാണ് അപ്പം ഈ ശരിക്കും പറയുമ്പോൾ ഈ പ്രോഗ്രാംസ് അല്ലെങ്കിൽ ഗസൽ സന്ധ്യകളിൽ ഇതൊക്കെ പാടുമ്പം അവർ പറയുമോ ഇങ്ങനത്തെ റിക്വസ്റ്റുകളാണ് പാടുന്നത് പറയുന്ന പാട്ടുകളാണ് കൂടുതൽ. ആണോ? അപ്പൊ നമുക്കൊരു ഗസൽ പാടിയാൽ ഈ അടുത്ത് ഞാനൊരു കുണ്ടനഹള്ളി എന്ന് പറഞ്ഞ സ്ഥലം ബാംഗ്ലൂർ, അവിടെ വഴി പോയപ്പോ എന്നോട് പാട്ട് പറഞ്ഞു പങ്കുജാസിന്റെ പാട്ട് പറഞ്ഞു. പുള്ളി പറഞ്ഞ ചാന്തി ജയ്സ चांदी जैसा रंग है तेरा सोने जैसे बाल एक तू ही धनवान है गोरी बाकी सब कंगाल एक तू ही धनवान है गोरी बाकी सब कंगाल. അതുപോലെ പിന്നെ അവർ ആവശ്യപ്പെട്ടത് പക്ക ഗസലാണ്. कभी कभी तेरा मैं काना लाए बहुत एक दूर नाची और लड़कड़ा है बहुत कभी कभी तेरा मैं काना ഇങ്ങനെയൊക്കെയുള്ള പങ്കുജാസിന്റെ ആവശ്യപ്പെട്ടു. ഗുലാമലിന്റെ ആവശ്യം ഗസൽ അവർ ആവശ്യപ്പെടുന്നൊക്കെ ചിലപ്പോൾ ഗുലാമലിയുടെ ഏതെങ്കിലും ഒരു ഗുലാമലിന്റെത് ഉണ്ടല്ലോ കുറെ ഇഷ്ടം പോലെ ഉണ്ട്. ഏതെങ്കിലും चुपके चुपके रात दिन आंसू बहाना याद है हमको अब तक आशिकी का वो जमाना याद है चुपके चुपके रात दिन आंसू बहाना याद है. എന്തായാലും ഞാനൊരു കാര്യം കൂടി ചോദിക്കട്ടെ. നമ്മൾ സാധിക്ക ഈ നമ്മൾ ഉമ്പായക്കാട് ഗസലുകൾ പാടിയപ്പോൾ ഈ ആ ഒരു ഗസലല്ലാതെ വേറൊരു ഗസൽ പാടിയിരുന്നു ഉമ്പായക്കാട്. അത് ഏത് ഗസലായിരുന്നു ഓർക്കുന്നുണ്ടോ? കുറേ ഉണ്ട് കമ്പോസ് ചെയ്ത് പാടിയതാണ്. അപ്പോൾ എന്തായാലും ഒരു 4 വരി പാട്ട് ദേവരാമാഷനും കൂടെ പാടണം, ഏതെങ്കിലും ഒരു നല്ല പാട്ട്. അപ്പോഴത്തേക്ക് അത് സാരമില്ല, നമ്മുടെ പ്രശ്നമില്ല. ദേവരാമാഷിൻ്റെ അല്ലെങ്കിൽ നമ്മൾ അന്ന് പാടി പോയ പാട്ടുകളിൽ ഏതെങ്കിലും ഒരു പാട്ടോ, മനോഹരമായ പാട്ടുകളായിരുന്നു. അത് ഏത് പാട്ടാണ്? സ്വർണ്ണ ചാമരം വീശിയെത്തിയ സ്വപ്നമായിരുന്നെങ്കിൽ ഞാൻ സ്വർഗസീമകളും വയ്ക്കുന്ന സ്വപ്നമായിരുന്നെങ്കിൽ ഞാൻ വന്നു നീക്കുമായിരുന്നു എന്നിലെ പർണശാലയെ സ്വർണ്ണചാമരം വീശിയെത്തിയ സ്വപ്നമായിരുന്നെങ്കിൽ. എന്തായാലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾക്കിപ്പോൾ ഒരു കാര്യം മനസ്സിലായി കാണും. പാടാൻ ഇല്ലാത്ത ഞാൻ സാധികയുടെ കൂടെ ഇരിക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു എനർജി, അത് വല്ലാത്തൊരു അനുഭൂതിയാണ്. അത് നിങ്ങൾക്ക് ഈ കസേരയിൽ ഇരിക്കുമ്പോഴേ മനസ്സിലാവും. ഞങ്ങൾ ഒന്നിച്ച് നടന്ന ഒരു സംഗീത വഴി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിനൊപ്പമല്ല, അദ്ദേഹത്തിനെ ഒരുപക്ഷെ ഞങ്ങളുടെ അടുക്കിലേക്ക് എത്തിച്ചു ആ ഒരു സംഗീതയാത്ര. എന്തായാലും സാധിക്കാൻ നമ്മൾ വീണ്ടും തുടങ്ങുമല്ലേ അവരുടെ സംഗീതം? തീർച്ചയായിട്ടും തുടങ്ങാം. ഇങ്ങനെയല്ല, എന്തായാലും വിഷുവിന് പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഞങ്ങൾ പായസമൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, അത് അറിയാമല്ലോ. എന്താണ് നമ്മുടെ വിഷുവിനുള്ള അടുത്ത പരിപാടികൾ എന്തൊക്കെയാണ്? ഇനി വേറെ പ്രോഗ്രാം ഉണ്ടോ ഇന്ന് എന്തെങ്കിലും? അത്യാവശ്യം പ്രോഗ്രാംസ് ഉണ്ട്. നല്ല രീതിയിൽ പോകുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. 23-ാം തീയതി നമ്മുടെ
എയർപോർട്ട് ചെയ്യാനൊരു പ്രോഗ്രാം. 25-ാം തീയതി പാലക്കാടുണ്ട്, 26-ാം തീയതി വൈപ്പിങ്കരയിൽ ഒരു കരോക്കെ ഫൗണ്ടേഷൻ ഉണ്ട്. തീർച്ചയായിട്ടും. അപ്പോൾ അതിൻ്റെ ഒരു ഇനോഗ്രേഷനായിട്ട് ബന്ധപ്പെട്ട പരിപാടി അത്യാവശ്യം. അപ്പോൾ എൻ്റെ ഒരു ആഗ്രഹം കൂടി സാധിച്ചാണ്. എന്തായാലും ഇത് വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് സാദിഖയുടെ കൂടെ 4 വരി എനിക്കും പാടും. ഞാൻ പറയാൻ വന്നത് അദ്ദേഹത്തിൻ്റെ കൂടെ ഞാൻ മൂളിപ്പോയെന്ന് എന്നെ തെറി പറയണ്ട, ഒരാഗ്രഹം കൊണ്ട് പാടിപ്പോകുന്നതാണ്. എന്തായാലും ബാബുരാജിൻ്റെ ഒരു പാട്ടോട് കൂടി ഒരു 4 വരിയോടുകൂടി നമുക്ക് ഈ ഷോ വൈൻഡപ്പ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഞാനിപ്പോൾ ഓർത്തത് മറന്നു. ബാബുക്കയുടെ പാട്ട് ഏതായിരുന്നു? ഒരു പുഷ്പം മാത്രം, അതായിരുന്നു നമുക്ക് ഏറ്റവും വന്ന റിസ്ക്. അത് 4 വരി എനിക്കും ഒന്ന് പാടാൻ വേണ്ടി കൂടെ. ഒരു പുഷ്പം മാത്രമേ പൂങ്കുലയിൽ നിർത്താം ഞാൻ, ഒടുവിൽ നീ എത്തുമ്പോൾ ചോദിക്കുവാൻ. ഒരു ഗാനം മാത്രമേ, ഒരു ഗാനം മാത്രമേ ഹൃദയത്തിൽ സൂക്ഷിക്കാം, ഒടുവിൽ നീ എത്തുമ്പോൾ ചെവിയിൽ മൂളാം. ഒരു പുഷ്പം മാത്രമേ പൂങ്കുലയിൽ നിർത്താം ഞാൻ, ഒടുവിൽ നീ എത്തുമ്പോൾ ചോദിക്കുവാൻ. ഒരു ഗാനം മാത്രമേ ഹൃദയത്തിൽ സൂക്ഷിക്കാം, ഒടുവിൽ നീ എത്തുമ്പോൾ ചെവിയിൽ മൂളാം. പ്രിയപ്പെട്ട മലനാട് ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ഞങ്ങളെ എല്ലാവരുടെയും പേരിൽ, പ്രത്യേകിച്ചും സാധിക്കാൻ ഞങ്ങൾ മലനാട് ടീം എല്ലാവരുടെയും പേരിൽ വിഷുദിനം ആശംസിക്കുന്നു. പറയൂ പ്രേക്ഷകരോട് ഒരു വിഷു. മലനാടിൻ്റെ പ്രേക്ഷകരോട് ഒരുപാട് നന്ദിയുണ്ട്. എനിക്ക് നിങ്ങൾക്ക് തരാനുള്ള, അല്ലെങ്കിൽ ഇന്ന് നമുക്കൊരു ഐക്യമുണ്ട്, അതായത് സർവമത ഐക്യം പറയുന്നൊരു സംഭവമുണ്ട്. എൻ്റെയും നിങ്ങളെയൊക്കെ കാരണവന്മാർ അടക്കം ചെയ്ത മണ്ണാണ്. ഈ മണ്ണ് നമ്മുടെ ഓരോരുത്തരുതാണ്. ഇന്ന് നമ്മുടെ നാട്ടിൽ ജീവിക്കാൻ ഒരുപാട് കടമ്പകൾ കടക്കണം. ഒരുപാട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ കുടുംബാംഗങ്ങൾ അടക്കം ചെയ്തിട്ടുള്ള കാരണവന്മാർ അടക്കം ചെയ്ത മണ്ണാണ്. നമ്മൾ ഇവിടുത്തെ പൗരനാണെന്നവരെ തെളിയിക്കേണ്ട ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ജീവിച്ചു പോകുന്നത്. എപ്പോഴാണ് നമ്മൾ ഇവിടെ നിന്ന് പുറത്താക്കപ്പെടുക, എപ്പോഴാണ് നമ്മളിവിടെ ചെയ്യുക എന്നുള്ള രീതിയിലാണ് പോകുന്നത്. നമുക്ക് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ചെയ്യുന്നൊരു സത്യപ്രതിജ്ഞയുണ്ട്. അസംബ്ലി കൂടുമ്പോൾ ഇന്ത്യ എൻ്റെ രാജ്യമാണ്, എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരി സഹോദരന്മാരും, ഞാൻ എൻ്റെ നാടിനെ സ്നേഹിക്കുന്നു, ഞാൻ എൻ്റെ നാട്ടുകാരെ സ്നേഹിക്കുന്നു. ആ ഓർമ്മ നമ്മളെന്നും നമ്മളിൽ ഉണ്ടായിരിക്കണം. ആരൊക്കെ എന്തൊക്കെ തന്നെ പറഞ്ഞാലും ഒരാളുടെയും സ്വാർത്ഥ താല്പര്യങ്ങൾക്കായിട്ട് നമ്മൾ തലകുലിക്കരുത്. ഇതൊരു റിക്വസ്റ്റായിട്ട് കണക്കാക്കാൻ മലനാടിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി വിഷുദിന ആശംസകൾ. നമസ്കാരം. എന്തായാലും വിഷു കൈനീട്ടത്തിൻ്റെ സ്നേഹവും സദ്യയുടെ രുചിയും പടക്കങ്ങളുടെ ആവേശവും എല്ലാം കൂടി ധന്യമാക്കിയ ഈ വിഷുദിനത്തെ എന്തായാലും മലനാട് TV നിങ്ങളിലേക്ക് എത്തിച്ചു. സാധിക്കുക ഒരുപാട് നന്ദി. ധന്യമായ ഈ ഒരു എപ്പിസോഡിന് വേണ്ടി എന്തായാലും നമുക്ക് നല്ല ഒരു വിഷു ഗാനം കേട്ട് ഈ ഒരു എപ്പിസോഡ് നമുക്കത് ഇത് കഴിഞ്ഞിട്ട് വരും. എന്തായാലും നല്ലൊരു വിഷുഗാനത്തോടു കൂടി നമുക്ക് ഈ എപ്പിസോഡ് അവസാനിപ്പിക്കാം. എല്ലാവരും താങ്ക് യു സോ മച്ച്. ഒരിക്കൽ കൂടി എല്ലാവർക്കും വിഷു ദിനാശംസകൾ. പിന്നീട് കാണുന്നത് വരെ സാധിക്കാൻ ഞാനും വിട വാങ്ങുന്നു. ബൈ. കവിതയൊഴുകുമിനിയ
are watching Malanar TV India, the first national integration channel. This program